നമ്മളൊരു ഇംപ്രൂവൈസ് ചെയ്യുകയാണെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യുന്നതിനെ കുറിച്ച് വിളിക്കണം. ചിലപ്പോൾ മിണ്ടാതെ ഇംപ്രൂവൈസ് ചെയ്യുന്നു. നമ്മള് ആകെ പേഴ്സണലി നമുക്ക് ഡയറക്ടർ സർപ്രൈസ് ചെയ്യുമ്പോഴല്ല നമുക്ക് രസം. അപ്പൊ നമ്മള് ഇത് പറയില്ല, ചിലപ്പോൾ ക്യാമറ ചെയ്യുന്ന അഞ്ചിൻ്റെ അടുത്തേക്ക് മാത്രം വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യും. ഇത് കണ്ടിട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ആ സാധനത്തിൽ പുള്ളി എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ അത് നടക്കൂല എന്നുള്ളത് പറയും. അത് ഭയങ്കര പ്രോസസ് അടിപൊളിയാണ്. എന്താ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയുടെ ഭാഗമാണ് വീണ്ടും ആകുന്നത്, നല്ല സിനിമകളിലേക്കാണ് എത്തുന്നത്. അതൊരു ഭാഗ്യമാണ് അല്ലേ? ഈ ഒരു ഡയറക്ടറിന്റെ കയ്യിലെത്തിയപ്പോൾ വീണ്ടും ഒരു നല്ല സിനിമ, ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ കൂടെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം നല്ലതായിട്ട് നല്ല വിജയത്തിലേക്ക് എത്തിയ സിനിമയാണ്. ഒരു ഭാഗ്യമുള്ള നടനായിട്ടാണ് ഇപ്പോൾ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗ്യക്കൂട്ടിലേക്ക് ഇവരെല്ലാം ഭാഗ്യമുള്ളവരുടെ കൂടെ വീണ്ടും കൂടുന്നു. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കഥാപാത്രം ചെയ്യാനുള്ള ഒരു ആവേശമുണ്ടായിരുന്നു. അത് എത്രമാത്രമായിരുന്നു? അല്ല, മനു ഈ പറയുന്ന പോലെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കഥ പറയുന്ന ഒരാളാണ്. കഥ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എന്നിട്ട് ഇരിപ്പിക്കുന്ന രീതിയിലാണ് മനു കഥ പറയുന്നത്. പിന്നെ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ 3 റീസണാണുള്ളത്. ഒന്ന്, സ്ക്രീൻ പ്ലേ നല്ല പുതിയൊരു ആശയമാണ് സിനിമയിൽ പറയുന്നത്. നമ്മളിതുവരെ കാണാത്ത അല്ലെങ്കിൽ ഒരുപാട് കാണാത്ത ഒരു രീതിയിലുള്ളൊരു കോണ്ടന്റാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ബാനർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൊഡക്ഷൻ ബാനറാണ്. പിന്നെ മൂന്നാമത് സംസാരിച്ച മനുവിൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ ഷറഫിക്കയും സുരാജേട്ടനായിരിക്കും ഈ 2 ക്യാരക്ടേഴ്സ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. പക്ഷെ അവർ കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. ഷറഫിക്ക് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ എല്ലാവരും. ഞാൻ പറഞ്ഞു, അളിയാ മനു, അവരുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ, അവരാണ് അതിൻ്റെ ഒരു സാധനം, വേറെ ആര് വന്നാലും അത് ചിലപ്പോൾ അത് അത്രയും ഇതിലേക്ക് വരത്തില്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് കൺഫേം ആക്കിയിട്ട് എൻ്റെ അടുത്ത് പറയുമോ എന്ന് ചോദിക്കും. അപ്പോൾ മനു എല്ലാവരും ഓൾമോസ്റ്റ് കൺഫേം ആണ്, പക്ഷെ സന്ദീപ് ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു, അളിയാ ഞാൻ എന്തായാലും ഓക്കെയാണ്, പക്ഷെ അവരെന്തായാലും വേണം എന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓക്കെ അടിച്ചപ്പോഴാണ് എനിക്ക് ഫുൾ കോൺഫിഡൻ്റ് ആയ ഈ സിനിമ നന്നായി വരും എന്നുള്ളൊരു. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ച് വന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയാണ് പടക്കളം എന്ന് പറയുന്ന സിനിമ. ഫ്രണ്ട് ബെഞ്ചാണ്, പഠിപ്പിസ്റ്റാണ് അല്ലേ? അതെ. ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെ ആവശ്യമുള്ളപ്പോൾ പഠിക്കുന്നു എന്നുള്ളതുള്ളൂ. എല്ലാവരും അത് തന്നെ, ആവശ്യമുള്ളപ്പോൾ പഠിക്കുന്നു. അല്ല, അവസാനം ജയിക്കണമല്ലോ, പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർന്നില്ല. എക്സാം സമയത്ത് അതെ, ആ സമയത്ത് ജയിക്കാൻ വേണ്ടി പഠിക്കുന്നു, അല്ലാതെ പഠിച്ച് ടോപ്പർ ആവണമെന്നുള്ള രീതിയിൽ പഠിക്കുന്നതല്ല. എങ്ങനെയെങ്കിലും ജയിക്കണം, വീട്ടുകാരെ ഒന്ന് ഹാപ്പി ആക്കണമല്ലോ. ഒരു സിനിമയ്ക്കുള്ള വരവ് എനിക്ക് തോന്നുന്നു പെട്ടെന്നുള്ളൊരു വരവ് പോലെയാണ്. അതെ, പാലിമി എന്നൊരു സിനിമയിൽ വന്ന് നല്ലൊരു കഥാപാത്രം ചെയ്ത് പിന്നീടുള്ള യാത്ര അത്ര സുഖമായ യാത്രയിലൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇതിനു മുമ്പേ എനിക്ക് വരാമായിരുന്നു അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു? അല്ല, പെട്ടെന്നുള്ള വരവ് ആയിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു സ്കൂൾ ടൈം തൊട്ട് തന്നെ എനിക്ക് സിനിമയിൽ വരണം എന്ന് അത്രയും ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ ഇത് കണ്ടിട്ടാണ് നിതീഷ് ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് അന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാനും നിതീഷ് ചേട്ടനും തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഷറഫിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നേരം കണ്ടിട്ട് ഞാൻ ഷറഫിക്കോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇതിപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ച് തന്നെ നടന്നിരുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ആദ്യത്തെ സിനിമ 18ാം പടി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇതേപോലെ ഒരു ഓഡിഷൻ കോള് വന്നിട്ടാണ് ഞാൻ ഓഗസ്റ്റ് സിനിമാസിൽ പോയി. അങ്ങനെ ഒരു 2 വർഷം അതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള ഒരുപാട് ബ്രേക്ക് തരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മമ്മൂക്കനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ 18ാം പടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അന്താക്ഷരി ചെയ്തു, വിപിൻ ചേട്ടൻ അന്താക്ഷരി ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സിനിമ ചെയ്തിരുന്നു, ഏക് ദിൻ എന്നാണ് സിനിമയുടെ പേര്. കൊച്ചായിരുന്നു ഞാൻ ആ സമയത്ത്, 20 വയസ്സ്. അതിലാണ് ഞാൻ ആദ്യമായി നായകനായി അഭിനയിക്കുന്ന ശിബുചേട്ടൻ, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ചെയ്ത ശിബുചേട്ടൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 7th Day ഒക്കെ ചെയ്ത്. അപ്പോൾ അതൊരു ചെറിയൊരു സ്കെയിലുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിലൊക്കെ ഉള്ളൊരു സിനിമയാണ് അത്. അതാണ് ഞാൻ ആദ്യമേ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ. പക്ഷെ അത് പുറത്തു വന്നിട്ടില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.